പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം AR ക്യാമ്പിൽ എത്തിച്ചു. രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. അല്പസമയത്തിനകം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഫൈസൽ, കസ്റ്റഡി കാലാവധി തീരുകയാണ്, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. കസ്റ്റഡി നീട്ടാൻ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? നൗഫൽ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനി കസ്റ്റഡി കാലാവധി നീട്ടാൻ അപേക്ഷ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യം തന്നെ SIT സംഘം 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസം മാത്രമാണ് നൽകിയത്. ഈ 3 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലും അന്വേഷണ സംഘവുമായി സഹകരിച്ചിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ പറഞ്ഞു നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. പിന്നീട് രണ്ടാമത് ലാപ്ടോപ്പിന്റെ കാര്യം കൂടിയുണ്ട്. ഈ ലാപ്ടോപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് ലാപ്ടോപ്പ് തരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കാരണം അതിന് തനിക്ക് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം, അത്തരം വിവരങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ലാപ്ടോപ്പ് തരില്ല എന്ന് പറയുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതിന്റെ ഈ സഹകരിക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെ ഇനി കസ്റ്റഡി അപേക്ഷ നൽകിയേക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് പൊങ്കൽ പ്രമാണിച്ച് ഇവിടെ പൊതു അവധിയായതിനാൽ ഇന്ന് കോടതിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഹാജരാക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 11:30 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അവിടെ പ്രതിഷേധമുണ്ടാകുമെന്ന് കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 2 വണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. അതിനുശേഷം നേരെ AR ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ഫൈസൽ അസീസ് നൽകുന്നത്.